എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്. ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിനെല്ലാം എല്ലാവരും എന്നെ വിളിക്കുകയും കമൻറ്റ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെ ഫോൺ ചെയ്ത് പറയാറുണ്ട്, കമൻറ്റിൽ ചോദിക്കാറുണ്ട്, ഈ കടക്കെണിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ചോദിക്കും. നമുക്കൊന്നും അതിന് മറുപടി പറയാനില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും ലോണൊക്കെ എടുത്ത് ഒരുപാട് കടമായി, മാനസിക വിഷമം, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാറുണ്ട്. അതിനെല്ലാം കൂടി ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, കടം വാങ്ങിക്കാത്ത ഒറ്റ മനുഷ്യരും കാണത്തില്ല. കടം വാങ്ങിച്ചാൽ നമുക്കൊരു കാര്യമുണ്ട്, അത് തിരിച്ചടയ്ക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പം ഉദാഹരണം പറയാം, നമുക്കൊരു വീട് വയ്ക്കണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ ഒരു വീട് വയ്ക്കാൻ ഒരുങ്ങിയാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കടത്തിലാകും. അപ്പം നമുക്കൊരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ നമ്മളതിന് ശ്രമിക്കണം. നമ്മൾ കുറച്ച് പൈസയൊക്കെ നമ്മൾ സ്വരുക്ക് കൂട്ടി, കുറച്ച് വല്ല ചിട്ടികളോ അങ്ങനെയൊക്കെയുള്ള കൂടി നമ്മൾ കുറച്ച് പൈസ നമ്മുടെ കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇതിനൊക്കെ ഒരുങ്ങാൻ. അല്ലാതെ ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വലിയൊരു വീട് വെച്ചിരിക്കുന്നു, അപ്പോൾ അത് കാണുമ്പോൾ അയ്യോ എനിക്കും ഇതുപോലൊരു വീട് വെച്ചാൽ എന്താ, ലോൺ കിട്ടുമല്ലോ. ഇപ്പോൾ ഏത് ബാങ്കുകാർ നമ്മൾ ഫോൺ ചെയ്താൽ നമ്മൾ എന്തിനെങ്കിലും വേറെ വിളിക്കുമ്പോഴായിരിക്കും അവർ ലോണിൻ്റെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ലോൺ വേണോ, നിങ്ങൾക്ക് ലോൺ സാങ്ഷനായി. പക്ഷേ പലരും അതിനകത്തങ്ങ് വീഴും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ കടത്തിലേക്കാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമ്മൾ ലോൺ എടുക്കുകയും കടം വാങ്ങിക്കുകയും ചെയ്യുക. നമുക്കിപ്പം താമസിക്കാനൊരു ചെറിയ വീടുണ്ട്, അതൊന്ന് പുതുക്കി പണിഞ്ഞ് നമുക്കതിനകത്ത് താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണമെന്ന് വെച്ചാൽ നമ്മളില്ലാത്ത പൈസ കൊടുത്ത് ഇപ്പം നമുക്ക് ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ളൊരു വീട് നമുക്ക് വെച്ച് താമസിക്കുക, ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ താമസിക്കുക. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ സമാധാനമുണ്ട്. പക്ഷേ പലരും ചെയ്യുന്നത്, എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ കടം വാങ്ങിച്ച് ലോൺ എടുത്ത് വലിയൊരു ബംഗ്ലാവ് പോലെ വെച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും ആഗ്രഹമാണ് വലിയ വീട്ടിൽ താമസിക്കണം, മക്കൾക്കായാലും പല കാര്യങ്ങൾ പലരും ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്കത് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഈ ലോൺ എടുക്കാൻ. അല്ലെങ്കിൽ ഈ വലിയ വീട്ടിൽ കിടന്ന് നമ്മുടെ മനസ്സമാധാനമില്ല, നമ്മൾ ഉരുകി തീരുക ചെയ്തത്. ഒരുപാട് ആൾക്കാർ ആത്മഹത്യയുടെ വക്കിൽ ചെന്ന ആൾക്കാർ എന്നോട് കൗൺസിലിംഗ് ചെയ്യാൻ എടുത്ത് കാര്യങ്ങൾ പറയാറുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ ഇത്രയും കടമാകുമെന്ന് വിചാരിച്ചില്ല, പലിശയുടെ കൂട്ടുപലിശയായി അവർക്കിപ്പം വിറ്റാൽ പോലും അവർക്കൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം, കുറേ ഫാമിലി അറിയാം. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ വീടുണ്ടായിരുന്നു, ചെറിയൊരു വീടും അത്യാവശ്യമുള്ള സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവിടെ താമസിച്ചുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ മക്കൾക്കൊക്കെ ജോലി കിട്ടി അവരിൽ നിന്നുണ്ടാക്കി എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വീട് വെക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർ പഠിച്ച് ജോലി ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിയ വീട് വെച്ചവർ താമസിക്കട്ടെ. നമ്മളെന്തിനാണ് ഇങ്ങനെ കടപ്പെടുന്നത്? പല ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെയല്ല, വലിയൊരു വീട് സ്വപ്നം കണ്ടിട്ട് അങ്ങ് ലോൺ എടുക്കുകയാണ്. പക്ഷേ അത് മാസം നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കങ്ങനെ ഒരു ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ നല്ലതാണ്, നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. മാസം തോറും ഒരു എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷേ ഇൻകം ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾ ലോൺ എടുക്കാൻ പോകരുത്. അങ്ങനെ ലോൺ എടുത്ത് കടക്കെണിയിലായ കുറേ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്, അവരുടെ കയ്യിൽ ഇല്ല പൈസ അടയ്ക്കാൻ. ഇപ്പം ആ വീട് വിൽക്കേണ്ട അവസ്ഥയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? നമുക്കുള്ളൊരു കുഞ്ഞു വീടുണ്ടായിരുന്നല്ലോ, അവിടെ സമാധാനമുണ്ട്, സമാധാനത്തോടെ നമുക്കവിടെ ജീവിക്കാൻ പറ്റും. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്തെങ്കിലും മറ്റ് ജോലികളോ എന്തെങ്കിലും ചെയ്ത് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ വീട് വെക്കാനൊക്കെ ശ്രമിക്കുക. വീടെന്നല്ല, എന്ത് കാര്യമായാലും ആദ്യമേ നമ്മളൊന്ന് സേവ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് 100 രൂപ കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു 10 രൂപ സേവ് ചെയ്യാൻ പഠിക്കുക. എല്ലാവരോടുമായിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം 100 കിട്ടിയാൽ നമ്മൾ 110 ചിലവാക്കാൻ ശ്രമിക്കരുത്. ആ 100-നകത്തുനിന്ന് 10 രൂപ മാറ്റിയിട്ട് നമ്മൾ ബാക്കി കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യുക. അങ്ങനെ ഏത് വലിയ എമൗണ്ട് ആകുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട് ഒരു കുടുക്ക വാങ്ങിച്ച് വയ്ക്കുക. ഇപ്പം ചിട്ടിക്കോ ബാങ്കിലോ ഒന്നും ഇടണ്ട, ചെറിയ എമൗണ്ട് പോയി നമുക്ക് ബാങ്കിലൊന്നും കൊണ്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ, ഒരു കുടുക്ക വാങ്ങിച്ച് അതിനകത്ത് നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ അത് കുറച്ച് വലുതായി കുറച്ച് എമൗണ്ട് ആകുമ്പോൾ അത് പൊട്ടിച്ച് എന്തെല്ലാം കാര്യം നമുക്ക് സാധിക്കാം. അത് പിന്നെ കൊണ്ടുപോയി നമുക്ക് ബാങ്കിലിടാം. അങ്ങനെ നമ്മൾ ചിട്ടിയോലോ ഇതുമൊക്കെ ചെയ്ത് നമുക്കത് സേവിങ് ഒക്കെ നല്ല കൂടുതലാകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണ്, അവർ ജനിച്ചപ്പോഴേ ആരും പണക്കാരല്ല. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അതിന് ആ ഒരു നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആയിപ്പോവും. നമുക്ക് വരുമാനം വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ നമുക്കുണ്ടായിരിക്കണം.
തീർച്ചയായിട്ടും നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നമ്മൾ വെറുതെ കടക്കാരാക്കുവാണ്, കടക്കണിയിലേക്ക് നമ്മൾ വീഴുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന 1-2 ഫാമിലി അറിയാം, അവർ ആ വീട്ടിൽ കിടന്ന് തന്നെ സൂയിസൈഡ് ചെയ്തവരെ എനിക്കറിയാം. കടമാണ്, കോടിക്കണക്കിന് കടം, ആവശ്യമില്ലാതെ കടം വാങ്ങിച്ച് കൂട്ടിയത്. വലിയ കാറ്, അടുത്ത വീട്ടിലൊരു വലിയ കാർ, അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെയാണ് അവർ. ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും ലോണൊക്കെ എടുക്കും, പക്ഷേ അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവും കൂടെ നമുക്ക് വേണം. വലിയ കാറ്, അടുത്ത ആൾക്കാർ വലിയ കാറാകുമ്പോൾ അതിലും വലിയ കാർ എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ വിരിച്ച് വലിയ കോമ്പറ്റീഷൻ ഫീൽഡായി വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പം ക്രെഡിറ്റ് കാർഡ്, ലോൺ കിട്ടാനുള്ള പല പല മാർഗങ്ങളുണ്ട്. അതുവഴി നമ്മൾ കടത്തിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ മക്കളോടും അത് പറയാനുള്ളത്, ഒത്തിരി ഒരു 100 രൂപ കിട്ടിയാൽ 10 രൂപ അവരെ സേവ് ചെയ്യാൻ പഠിപ്പിക്കുക. കുഞ്ഞുനാളിലെ ആ സമ്പാദ്യ ഇത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, കുറച്ച് സേവ് ചെയ്യുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഭാവിയിൽ അവർക്ക് നല്ലൊരു സേവിങ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ നാട് മൊത്തം കടം വാങ്ങിക്കും. അതുപോലെ തന്നെ കല്യാണങ്ങൾ നടത്തുന്നതും, അടുത്ത വീട്ടിൽ നിന്ന് ഇത്രയും നല്ലൊരു കല്യാണം നടന്നാൽ അതിൻ്റെ അപ്പുറത്തെ രീതിയിലാണ് നമ്മൾ നടത്താൻ നോക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് നമ്മൾ നോക്കണം, അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. കടമൊന്നും വാങ്ങിക്കാതെ പറ്റത്തില്ല. പലർക്കും കടത്തിലേക്ക് നമ്മൾ കടം മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കണം, ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സമാധാനമില്ലാതെ പോവും. നല്ല ആഗ്രഹത്തോടെ വെച്ച വീട്ടിൽ കിടന്ന് നമ്മൾ ഉരുകി ജീവിക്കുന്നതിനെക്കാട്ടി ഒരു ചെറിയ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. സന്തോഷമാണ് എല്ലാത്തിലും വലുത്. ഈ സന്തോഷവും സങ്കടവും ദുഃഖങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കടക്കണിയിൽ വീഴാതിരിക്കുക. കടമില്ലെങ്കിൽ അവനാണ് ധനവാൻ. അല്ലാതെ കുറേ കോടീശ്വരനായി പണം സമ്പാദിച്ചിട്ട് കാര്യമില്ല. അത് കൈകാര്യം ചെയ്യാനും കഴിവ് വേണം, കടമില്ലാതെ മുന്നോട്ട് പോകാനുമുള്ള ഒരു കഴിവ് വേണം. പലർക്കും അതാണ് ഇല്ലാത്തത്. പലർക്കും കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ബാക്കി അങ്ങ് ലോൺ എടുക്കുകയാണ്. ഇപ്പോൾ ലോൺ പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് മാക്സിമം അങ്ങ് എടുക്കുകയാണ്. എടുത്തിട്ട് മന്ത്ലി 1 മാസം അടച്ചില്ലെങ്കിൽ ഉടനെ അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് 10 ഇരട്ടി പലിശയായിട്ട് പിന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അടയ്ക്കുന്നതെല്ലാം പലിശയായിട്ട് പോവുക. അപ്പോൾ വലിയൊരു എമൗണ്ട് ആകുമ്പോൾ ഒന്നും അടയ്ക്കാൻ പറ്റാതെ ഈ നമ്മൾ ആഗ്രഹത്തോട് വെച്ച വീട് വിറ്റ് അടയ്ക്കുക ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യുമ്പോൾ അത് കല്ലിനും കട്ടയ്ക്കുമായിട്ടല്ല കൊടുക്കണ്ടേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവിങ് വേണമെങ്കിൽ അത് വീട് വെച്ച്, വലിയ വീട് വെച്ചല്ല ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു കുറച്ച് വേറെ വസ്തു വാങ്ങിച്ചിടുക. അത് കൊച്ചുങ്ങൾക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അവരുടെ കാലത്ത് അവർക്കത് വിറ്റ്, അല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടി, ജോലി കിട്ടി, അതിനകത്ത് ഒരു വീടൊക്കെ വയ്ക്കാം. അല്ലാതെ ഇപ്പം നമുക്ക് ഇല്ലാത്ത പൈസകളെല്ലാം കൊടുത്ത് നമ്മളൊരു മണിമാളിക പണിഞ്ഞിട്ട് കാര്യമില്ല. സമാധാനമില്ലാതായിപ്പോവും കടക്കണിയിൽ വീണ്. നമുക്കുള്ളത് കൊണ്ട് കഴിയാൻ നമ്മൾ ശ്രമിക്കുക. പല ആൾക്കാരും ചോദിക്കുന്നു, അയ്യോ ടീച്ചറെ, ഞങ്ങൾ പൈസയൊക്കെ അടച്ചത് മൊത്തം അങ്ങ് ലോണായി പോയി, ലോൺ മാറാൻ എന്തെങ്കിലും ചെയ്യുമോ, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തന്നെ വരുത്തി വെച്ച കാര്യമാണിത്. നമ്മൾ മറ്റൊരാളെ അനുകരിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അവർ ജീവിക്കുന്നത് അവരെങ്ങനെയോ ജീവിക്കട്ടെ, അതുപോലെ നമുക്ക് ഉണ്ടെങ്കിൽ ജീവിക്കാം. നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മൾ ആർഭാട ജീവിതം കുറയ്ക്കുക. ആർഭാടം കൂടുമ്പോഴാണ് നമ്മൾ കടക്കണിയിലേക്ക് വീഴുന്നത്. ആർഭാടം കുറച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല രീതിയിൽ അവർ വിവാഹം കഴിച്ചയച്ച്, വിവാഹവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ആർഭാടം നടത്താവൂ. ആർഭാടത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ സന്തോഷമായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കടമാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കുക. അത്യാവശ്യ ഘട്ടത്തിന് നമുക്ക് ചില സമയം പെട്ടെന്നൊരാവശ്യം വന്ന് കടം മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പം കടം മേടിച്ചെന്ന് വരും. പക്ഷെ നമുക്ക് അടയ്ക്കാനുള്ളൊരു സോഴ്സും കൂടെ നമ്മൾ കാണണം. അല്ലെങ്കിൽ നമ്മൾ പാടുപെട്ട് എന്തിനാണോ ഈ കടമെടുത്ത് അത് തന്നെ നമ്മൾ വിൽക്കേണ്ടി വരും. സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞിലെ ഒന്ന് സേവ് ചെയ്യാൻ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ വരുമാനമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. ഇപ്പം പെണ്ണായാലും ആണുങ്ങളായാലും ശരി തന്നെ. അതിൽ നിന്നൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ മന്ത്ലി എന്തായാലും മാറ്റണം. അത് നിർബന്ധമാക്കി നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ഇത്ര എമൗണ്ട് എൻ്റെ ഈ ഒരു മാസത്തെ സാലറിയിൽ നിന്ന് മാറ്റും. തീർച്ചയായിട്ടും അങ്ങനെ 12 മാസമാകുമ്പോൾ നല്ലൊരു എമൗണ്ട് അതിനകത്ത് വരും. ചെറിയ എമൗണ്ട് ആയാലും ഒരു സേവിങ് ആയിട്ട് വരും. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് നിശ്ചയിച്ച് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കടങ്ങൾ വരുത്താതിരിക്കുക. ലോണുകളൊക്കെ ധാരാളം കിട്ടും, നമ്മൾ അതിനകത്ത് വീഴാതിരിക്കുക. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സാധനങ്ങൾ കാണും. നമ്മൾ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറക്കിയെടുക്കും. പക്ഷേ ആവശ്യമുള്ളതാണോ എന്ന് നമ്മൾ നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങിക്കുക. റിഡക്ഷൻ സെയിൽ എന്ന് പറഞ്ഞ കടകളിലെല്ലാം കൊടുക്കും.
കോംബോ ഓഫർ അല്ലെങ്കിൽ ആ ഓഫർ നമ്മൾ ഓരോ കടകളിൽ നമുക്കിങ്ങനെ എല്ലായിടും കിട്ടും. നമ്മളും വിചാരിക്കുമോ 2-3 കിട്ടുമല്ലോ എന്നും പറഞ്ഞ് പോകും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കാവൂ. ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് നമുക്ക് കടമായി തീരുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ പോവുകയാണ്. നമുക്ക് ആവശ്യം കാണത്തില്ല, പക്ഷേ അത് ഓഫറല്ലേ, അല്ലെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രീ ഒക്കെ നമുക്കിത് കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വാങ്ങി കൂട്ടുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. നമ്മളൊരു സാധനത്തിനായിട്ട് ഒരു ഷോപ്പിൽ ചെന്നാൽ നമ്മൾ ആ സാധനമേ വാങ്ങിക്കത്തുള്ളൂ. പക്ഷേ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അവിടെ പലതും കാണും. അപ്പോൾ നമ്മൾ ഇത് ആവശ്യമില്ല, ഇത് മേടിക്കുക അങ്ങനെ നമ്മൾ കൊണ്ടുപോയ പൈസയെക്കാട്ടി കൂടുതൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. ആ സ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരും. നമ്മളൊരു നിശ്ചിത എമൗണ്ട് കൊണ്ട് നമുക്കത് ജീവിക്കാൻ നമ്മൾ പരിശീലിക്കുക. എല്ലാവർക്കും ഉണ്ട് കടങ്ങളും. നമ്മളെല്ലാവരും എല്ലാം ഒരു കൂട്ടിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു കടമെടുക്കുമ്പോൾ എനിക്കിത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ കടമെടുക്കുക. വലിയ വീടുകളും മണിമാളികളൊക്കെ വെക്കുക. നമ്മൾ മറ്റൊരാൾ അത് വെച്ചിട്ടുണ്ട്, അയ്യോ എനിക്കത് വെക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതും കൂടി ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉള്ളതും കൂടെ നമ്മൾ നഷ്ടപ്പെടും. അതിനേക്കാൾ നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വലിയ വീട് വയ്ക്കുക. ഇപ്പം ഒരു നില മാത്രം വെക്കാനായിട്ട് പറ്റുന്നവർ ഒരു നിലയിൽ താമസിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് കെട്ടുക. ഇതിപ്പം നമ്മളൊരു വീട് പണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് കോൺട്രാക്ടർമാർ പറയും, ഇതിപ്പോൾ എന്തായാലും പണി നടക്കുമല്ലേ, ഇതും കൂടെ അങ്ങ് ചെയ്യാം, ഇതിൻ്റെ കൂടെ അങ്ങ് ഒരു റൂമും കൂടെ ഇറക്കാം, അല്ലെങ്കിൽ മറ്റേ റൂമും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് കുറച്ചുകൂടെ വലുതാക്കാം, അല്ലെങ്കിൽ കാർ പോർച്ച് ചെയ്യാം. അവരവരുടെ ബിസിനസ് മൈൻഡാണ്, അവർക്ക് പൈസ കിട്ടും, നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. പക്ഷേ നമ്മളിതെല്ലാം ഒപ്പിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് അനുഭവിക്കാനും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, അവരാരും കാണത്തില്ല. അതുകൊണ്ട് ആലോചിച്ച് ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കടമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. കടം എടുക്കേണ്ടി വന്നാൽ അത് അടയ്ക്കാനുള്ള മാർഗ്ഗങ്ങളും കൂടെ നമ്മൾ കണ്ടെത്തുക. സേവ് ചെയ്യുക. നിശ്ചിത ഒരു എമൗണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് ആരുടെ ആയാലും അത് സേവ് ചെയ്യുക. പിന്നെ നമുക്ക് പറ്റുന്ന ചെറിയ ജോലികൾ ചെയ്യുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വെറുതെ ഇരിക്കാതെ അവരവരെ കൊണ്ട് കഴിയുന്ന പല ജോലികളും ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ചെയ്ത് ഒരു വരുമാനം കണ്ട് കടമില്ലാതെ മുന്നോട്ട് പോകാൻ നോക്കുക. പല ആൾക്കാരും എന്നോട് ചോദിച്ച ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.